ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപക്ഷെ ഭൂരിഭാഗം മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെയും പോർട്ട്ഫോളിയോയിൽ സ്ഥാനം പിടിച്ച ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഫണ്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് ഫണ്ടായിരിക്കും. കൂടാതെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ ഏറ്റവും അധികം AUM അഥവാ അസറ്റ് അണ്ടർ മാനേജ്മെൻ്റ് ഉള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമാണ് ഈ പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്പിൻ്റെ ഈ ഒരു സ്കീം. ഇപ്പോൾ ബിയറിഷ് മാർക്കറ്റ് ട്രെൻഡുകളിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ലോസ് മിനിമൈസ് ചെയ്തുകൊണ്ട് അവർക്കൊരു ഡൗൺവേർഡ് പ്രൊട്ടക്ഷൻ നൽകുന്ന രീതിയിലുള്ള ഒരു റിസ്ക് മാനേജ്മെൻറ്റ് സ്റ്റൈലാണ് ഈ പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഫണ്ട് ഇത്രയധികം പോപ്പുലർ ആവാനുള്ള കാരണം. ഇപ്പോൾ ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ റിട്ടേൺ 5 ഇയേഴ്സിൻ്റെ CAGR റിട്ടേൺ ഏകദേശം 23%, 3 ഇയേഴ്സിൻ്റെ CAGR റിട്ടേൺ 22%, കഴിഞ്ഞ ഒരു വർഷത്തെ റിട്ടേൺ 10% ആ ഒരു റേഞ്ചിലുമാണ് ഇത് ഇൻവെസ്റ്റേഴ്സ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ലോങ് ടേമിൽ ഇൻവെസ്റ്റേഴ്സിന് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് ഈ ഒരു പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് ഫണ്ട് മാറുകയും അത് വലിയ പ്രചാരം നേടുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ഫണ്ടിൻ്റെ ഒരു പ്രത്യേകത, ശക്തമായ ബുൾ മാർക്കറ്റ് നടക്കുന്ന സന്ദർഭങ്ങളിൽ ഈ ഫണ്ടിൻ്റെ പെർഫോമൻസ് പലപ്പോഴും കാറ്റഗറിയേക്കാൾ താഴെയായിരിക്കും. എന്നാൽ ബിയറിഷ് മാർക്കറ്റ് വലിയ തോതിൽ ക്രാഷ് ആവുന്ന സമയത്തൊക്കെ ഈ ഫണ്ടിൻ്റെ പെർഫോമൻസ് ബെഞ്ച് മാർക്കിന് മേലെ നിൽക്കുന്നതും കാണാം. ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസത്തെ ഒരു റിട്ടേൺ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫണ്ട് നൽകിയ റിട്ടേൺ എന്ന് പറയുന്നത് 1.41% മാത്രമാണ്. എന്നാൽ ഇതിൻ്റെ ഒരു ബെഞ്ച് മാർക്ക് നമ്മൾ കണക്കാക്കുന്നത് Nifty 500 ആണ്. Nifty 500ൻ്റെ കഴിഞ്ഞ ഒരു മാസം റിട്ടേൺ 2.19% ആണ്. അപ്പോൾ എല്ലാ മ്യൂച്വൽ ഫണ്ട് ഫ്ലെക്സി ക്യാപ് സ്കീമുകളുടെയും ഒരു ആവറേജ് റിട്ടേൺ 1.2% ആണ്. അതിനേക്കാൾ മുകളിലാണ് ഈ പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്പിൻ്റെ റിട്ടേൺ എങ്കിലും ബെഞ്ച് മാർക്കിനെ ബീറ്റ് ചെയ്യാൻ പരാഗ് പരീഖിന് സാധിച്ചിട്ടില്ല. അതുപോലെ ഈ ഒരു ഫ്ലെക്സി ക്യാപ് കാറ്റഗറിയിൽ ഏറ്റവും നല്ല റിട്ടേൺ കഴിഞ്ഞ ഒരു മാസം നൽകിയ റിട്ടേൺ 2.79% ആണ്. അതിൻ്റെ പകുതി റിട്ടേൺ മാത്രമേ പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്പിന് നൽകാൻ സാധിച്ചിട്ടുള്ളൂ. എങ്കിൽ പോലും ഈ കാറ്റഗറിയിൽ രണ്ടാമത്തെ റാങ്കിലാണ് ഇപ്പോഴും പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് നിൽക്കുന്നത്. ഇപ്പോൾ പരാഗ് പരീഖിൻ്റെ ആ ഒരു പോർട്ട്ഫോളിയോ നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കും ഈ രീതിയിലുള്ള ഒരു അണ്ടർ പെർഫോമൻസ് ഇത് നടത്തുന്നത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആ ഒരു ഹൊറൈസൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് ഏകദേശം 5 വർഷം മുതൽ 7 വർഷം വരെയോ അല്ലെങ്കിൽ 10 വർഷം വരെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മാസത്തെ റിട്ടേൺ ഒരിക്കലും നമുക്ക് ഒരു ഫണ്ടിനെ വിലയിരുത്താനുള്ള ഒരു ടൈം പീരീഡ് അല്ല. അതുകൂടാതെ ഒരു മാസം അവരുടെ പോർട്ട്ഫോളിയോയിൽ അവരുടെ ഹോൾഡിങ്ങിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത് വളരെ നേരിയ പെർസെൻറ്റേജ് ആയിരിക്കും. പക്ഷേ ആ നേരിയ പെർസെൻറ്റേജ് ആണെങ്കിലും ഇപ്പോൾ വലിയൊരു മ്യൂച്വൽ ഫണ്ട് സ്കീം, ഇന്ത്യയിൽ ഏറ്റവും അധികം AUM ഉള്ള മ്യൂച്വൽ ഫണ്ട് സ്കീം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നടത്തുന്ന നേരിയ പെർസെൻറ്റേജ് ചേഞ്ച് പോലും വലിയ തോതിലുള്ള ഷെയറുകളാണ് കൈമാറ്റം ചെയ്യപ്പെടുക. അപ്പോൾ ഒരു ഉദാഹരണത്തിലൂടെ അത് നമുക്ക് വ്യക്തമാക്കാൻ കഴിയും. കാരണം കഴിഞ്ഞ മാസം പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് ഫണ്ട് പുതുതായിട്ട് ആഡ് ചെയ്ത ഒരു സ്റ്റോക്കാണ് IDFC ഫസ്റ്റ് ബാങ്ക്. അവിടെ അവരെടുത്ത സ്റ്റേക്കിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 0.01% മാത്രമാണ്. അപ്പോൾ അവരുടെ മൊത്തം പോർട്ട്ഫോളിയോ നോക്കുമ്പോൾ വളരെ നേരിയ ഒരു പെർസെൻറ്റേജ് മാത്രമാണ് അവരിതിൽ ഇൻവെസ്റ്റ് ചെയ്തത്. പക്ഷേ ആ ഒരു 0.01% പോലും 21 ലക്ഷം ഷെയറുകളാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ മാസത്തെയും ഈ മാസത്തെയും തമ്മിലുള്ള പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ്പിൻ്റെ ആ ഒരു AUM അല്ലെങ്കിൽ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റിൽ വന്ന മാറ്റം നോക്കുകയാണെങ്കിൽ, അപ്പോൾ ഓഗസ്റ്റ് മാസത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഇവരുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് അത് ഏകദേശം 1,15,000 കോടിയാണ്. അത് സെപ്റ്റംബർ മാസം 1,19,000 കോടിയായിട്ട് ഉയരുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴും AUMൻ്റെ ആ ഒരു അടിസ്ഥാനത്തിൽ ഏറ്റവും അധികം AUM ഉള്ള ഇക്വിറ്റി ഫണ്ടായിട്ട് പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് ഫണ്ട് തുടരുകയാണ്. ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഫണ്ട് എന്ന് പറയുന്നത് HDFC ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ടാണ്. അതൊരു ഹൈബ്രിഡ് ഫണ്ടാണ്, പ്യുവർ ഇക്വിറ്റി ഫണ്ടല്ല. എങ്കിൽ പോലും രണ്ടാം സ്ഥാനത്ത് ഏകദേശം 1 ലക്ഷം കോടി മാത്രമാണ് ഈ HDFC ബാലൻസ് അഡ്വാൻറ്റേജ് ഫണ്ടിൻ്റെ AUM സൈസ്. പിന്നെ മൂന്നാം സ്ഥാനത്തുള്ളത് HDFCയുടെ തന്നെ ഫ്ലെക്സി ക്യാപ് ഫണ്ടാണ്. അപ്പോൾ അതിൻ്റെ AUM 85,559 ആണ്. അപ്പോൾ അതിനെ വലിയ തോതിൽ ബീറ്റ് ചെയ്തുകൊണ്ടാണ് വളരെ ഉയരത്തിൽ തന്നെയാണ് ഇപ്പോഴും പരാഗ് പരീഖ് ഫ്ലെക്സി ക്യാപ് ഫണ്ടിൻ്റെ AUM നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ മാസത്തെ ഇവരുടെ പോർട്ട്ഫോളിയോ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മൊത്തത്തിൽ 89 സ്റ്റോക്കുകളാണ് നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ ഈ 89 സ്റ്റോക്കുകളിലുള്ള ഇവരുടെ ഹോൾഡിങ്ങിൻ്റെ ആ ഒരു പെർസെൻറ്റേജ് വ്യത്യസ്തമാണ്. ചിലതിൽ വളരെ 1% താഴെയുള്ള ഹോൾഡിംഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റോക്കുകൾ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ 1% കൂടുതൽ ഹോൾഡിംഗ് ഉള്ള സ്റ്റോക്കുകൾ മാത്രം നോക്കുകയാണെങ്കിൽ 20 സ്റ്റോക്കുകളാണ് നമുക്ക് കാണാൻ കഴിയുക. ആ 20 സ്റ്റോക്കുകളിൽ കഴിഞ്ഞ മാസം ഇവർക്ക് ഏറ്റവും അധികം
റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്ക് നമ്മൾ കാണുന്നത് കൊടാക് മഹീന്ദ്ര ബാങ്കാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു മാസം അത് നൽകിയ റിട്ടേൺ എന്ന് പറയുന്നത് 8.89% ആണ്. ഈ പരാഗ് പരീഖ് ഫണ്ട് അതിൽ 3.99%-ൽ നിന്നും 4.03% ആയിട്ട് അവരുടെ സ്റ്റേക്ക് ഉയർത്തിയതായിട്ട് അവിടെ കാണാൻ കഴിയും. രണ്ടാമതായിട്ട് ഏറ്റവും അധികം റിട്ടേൺ നൽകിയത് HCL ടെക്നോളജീസ് ആണ്. അവിടെ 7.1%-ന്റെ റിട്ടേൺ കഴിഞ്ഞ ഒരു മാസം നൽകിയതായിട്ട് കാണാം. അവിടെ പക്ഷേ പരാഗ് പരീഖ് അവരുടെ ഹോൾഡിംഗ് കുറയ്ക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. 2.3%-ൽ നിന്നും 2.16% ആയിട്ട് അവരുടെ ഹോൾഡിംഗ് കുറച്ചിട്ടുണ്ട്. മൂന്നാമതായിട്ട് ഏറ്റവും അധികം റിട്ടേൺ നൽകിയത് ആക്സിസ് ബാങ്ക് ആണ്. ആക്സിസ് ബാങ്കിൽ ഇവരുടെ സ്റ്റേക്ക് അവർ വർദ്ധിപ്പിച്ചിരുന്നു. 2.97%-ൽ നിന്നും 3.14% ആയിട്ട് ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഇവർക്ക് കിട്ടിയിട്ടുള്ള റിട്ടേൺ എന്ന് പറയുന്നത് 6.46% ആണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പോർട്ട്ഫോളിയോ ചേഞ്ചസ് നോക്കുകയാണെങ്കിൽ ഈ 1% കൂടുതൽ ഹോൾഡിംഗ് ഉള്ള സ്റ്റോക്കുകളിൽ അവർ ഹോൾഡിംഗ് കുറച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് 11 സ്റ്റോക്കുകളാണ്. അതായത് ഏകദേശം പകുതിയോളം സ്റ്റോക്കുകളിൽ അവരുടെ ഹോൾഡിംഗ് നേരിയ തോതിലെങ്കിലും അവർ കുറച്ചിട്ടുണ്ട്. എന്നാൽ 9 സ്റ്റോക്കുകളിൽ അവരുടെ ഹോൾഡിംഗ് അവർ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റോക്കിൽ മാത്രമാണ് യാതൊരു ചേഞ്ചും വരാതെ നിൽക്കുന്നത്. അത് കോൾ ഇന്ത്യയാണ്. അപ്പോൾ ഇവർ ഹോൾഡിംഗ് വർദ്ധിപ്പിച്ച സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ കൊടാക് മഹീന്ദ്ര ബാങ്ക്, ആക്സിസ് ബാങ്ക്, സിപ്ല, HDFC ബാങ്ക്, ആൽഫബറ്റ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, മാരുതി സുസുക്കി തുടങ്ങിയ സ്റ്റോക്കുകളിലാണ് ഇവർ ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഇവർ ഹോൾഡിംഗ് കുറച്ചിട്ടുള്ളത് HCL ടെക്നോളജീസ്, ഭാരതി എയർടെൽ, ITC, മൈക്രോസോഫ്റ്റ്, ആമസോൺ, ഇൻഫോസിസ്, ബജാജ് ഹോൾഡിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ്, ഡോക്ടർ റെഡ്ഡി ലാബ്സ്, ICICI ബാങ്ക്, മെറ്റാ പ്ലാറ്റ്ഫോം, സൈഡസ് ലൈഫ് സയൻസ് ഈ സ്റ്റോക്കുകളിലാണ് ഇവർ ഹോൾഡിംഗ് കുറച്ചതായിട്ട് നമ്മൾ കാണുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ കുറവ് എന്ന് പറയുന്നത് നേരിയ ഒരു പെർസെൻറ്റേജ് ആണ്. ഇപ്പോഴും അവരുടെ ഹോൾഡിംഗ് ഈ സ്റ്റോക്കുകളൊക്കെ ഉണ്ട്, വലിയ പെർസെൻറ്റേജിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഒരു 20 സ്റ്റോക്കുകളിൽ കഴിഞ്ഞ ഒരു മാസം 17 സ്റ്റോക്കുകളും പോസിറ്റീവ് റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത്. വെറും 3 സ്റ്റോക്കുകൾ മാത്രമാണ് നമുക്ക് നെഗറ്റീവ് റിട്ടേൺ നൽകിയ സ്റ്റോക്കുകൾ കാണാൻ കഴിയുക. ആ 3 സ്റ്റോക്കുകളിൽ ഒന്ന് മാരുതി സുസുക്കി, മറ്റൊന്ന് മെറ്റാ പ്ലാറ്റ്ഫോം, മറ്റൊന്ന് സൈഡസ് ലൈഫ് സയൻസ്. ഈ 3 സ്റ്റോക്കുകളിൽ മാത്രമാണ് നെഗറ്റീവ് റിട്ടേൺ നമ്മൾ കാണുന്നത്. ഇനി ഇവർ 0 ഹോൾഡിംഗ് ഉണ്ടായിരുന്ന കഴിഞ്ഞ 3 മാസങ്ങളിൽ യാതൊരു ഹോൾഡിംഗും ഇല്ലാതിരുന്ന എന്നാൽ ഇപ്പോൾ പുതുതായിട്ട് എൻട്രി എടുത്ത ചില സ്റ്റോക്കുകൾ കാണാം. ആ സ്റ്റോക്കുകളിൽ വളരെ നേരിയ ഒരു പെർസെൻറ്റേജ് മാത്രമാണ് അവർ ഹോൾഡിംഗ് ഉള്ളത്. അതായത് 1% ഇത്ര താഴെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് 10 സ്റ്റോക്കുകൾ അത്തരത്തിൽ പുതുതായിട്ട് ഫ്രഷ് എൻട്രി നടത്തിയതായിട്ട് കാണാം. അതിലൊന്ന് ട്രെൻഡ് ലിമിറ്റഡ്, മറ്റൊന്ന് നെസ്ലെ ഇന്ത്യ, എറ്റേണൽ, ഫെഡറൽ ബാങ്ക്, ശ്രീറാം ഫിനാൻസ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ബാങ്ക് ഓഫ് ബറോഡ, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, IDFC ഫസ്റ്റ് ബാങ്ക്, ഡാബർ ഇന്ത്യ. ഇത്തരത്തിലുള്ള 10 സ്റ്റോക്കുകളാണ് നമുക്ക് ഫ്രഷ് എൻട്രി എടുത്തതായിട്ട് കാണാൻ കഴിയുക. അപ്പോൾ ഈ ഫ്രഷ് എൻട്രി എടുത്ത ഈ 10 സ്റ്റോക്കുകളിൽ 9 സ്റ്റോക്കുകളും പോസിറ്റീവ് റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത്. ചിലത് വമ്പിച്ച റിട്ടേൺ നൽകിയതായിട്ട് കാണാം. ഇപ്പോൾ ഏറ്റവും അധികം റിട്ടേൺ നൽകിയ ഫെഡറൽ ബാങ്കാണ്. 18% റിട്ടേൺ ആണ് കഴിഞ്ഞ ഒരു മാസം നൽകിയത്. അതുപോലെ ശ്രീറാം ഫിനാൻസ് 16% റിട്ടേൺ നൽകി. അതുപോലെ IDFC ഫസ്റ്റ് ബാങ്ക് 11% റിട്ടേൺ നൽകി. നെസ്ലെ ഇന്ത്യ 9% റിട്ടേൺ നൽകുകയുണ്ടായി. അപ്പോൾ ഇവിടെ നെഗറ്റീവ് റിട്ടേൺ നൽകിയത് എറ്റേണൽ അഥവാ സൊമാറ്റോയുടെ സ്റ്റോക്ക് മാത്രമാണ്. ബാക്കി എല്ലാ സ്റ്റോക്കുകളും പോസിറ്റീവാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇവരുടെ അലോക്കേഷനിൽ ഏകദേശം 60% കൂടുതൽ ലാർജ് ക്യാപ് സ്റ്റോക്കുകളാണ്. സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് വെറും 2.8% മാത്രമാണ്. അതുപോലെ മിഡ് ക്യാപ്പിൽ 1.8% അലോക്കേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഏതൊരു ബുൾ റണ്ണിലും ഏറ്റവും അധികം റിട്ടേൺ നൽകുക സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും ഒക്കെ ആയിരിക്കും. അത്തരം എക്സ്പോഷർ ഇവർക്ക് വളരെ കുറവാണ്. പ്രത്യേകിച്ച് ടോപ്പ് 20 സ്റ്റോക്കുകളിൽ നമുക്ക് സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ വളരെ റെയറായിട്ടേ കാണാൻ കഴിയുള്ളൂ. ഇത് കൂടാതെ ഇവർ ക്യാഷ് ഹോൾഡിംഗ് എന്നുള്ള രീതിയിൽ 24.5% ഡെറ്റിലോ അതല്ലെങ്കിൽ ക്യാഷ് ഹോൾഡിംഗ് ആയിട്ടോ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇവർ ക്യാഷ് ഹോൾഡ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നിലവിലുള്ള മാർക്കറ്റ് കണ്ടീഷനിൽ വലിയ തോതിൽ ഫണ്ട് ഇറക്കുന്നത് അതിലുള്ള ഒരു റിസ്ക് വളരെ ഹൈ ആയിട്ട് ഇവർക്ക് ഫീൽ ചെയ്യുകയാണ്. അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ, പ്രത്യേകിച്ച് ഒരു വാല്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് രീതി പിന്തുടരുന്നത് കൊണ്ട് തന്നെ വാല്യുവേഷൻ വളരെ കംഫർട്ടബിൾ ലെവലിൽ എത്തുമ്പോൾ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ പരാഗ് പരീഖിൻ്റെ റിട്ടേൺ, പ്രത്യേകിച്ച് ഒരു മാർക്കറ്റ് ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ മാസങ്ങളിൽ 24,000 25,000 മുകളിൽ 26,000 വരെയൊക്കെ പോവുകയുണ്ടായി. പക്ഷേ പരാഗ് പരീഖ് ഫ്ലക്സി ക്യാബിൻ്റെ റിട്ടേൺ അത് ആ ഒരു 1.41% മാത്രമാണ് കഴിഞ്ഞ ഒരു മാസം നൽകിയ റിട്ടേൺ. നിഫ്റ്റി അതിനേക്കാൾ കൂടുതൽ റിട്ടേൺ നൽകിയതായിട്ട് കാണാം. അപ്പോൾ വലിയ തോതിൽ വളറ്റിലിറ്റി കാണിക്കാതെ ഡൗൺ സൈഡ് റിസ്ക് മിനിമൈസ് ചെയ്തുകൊണ്ട്, അതിനെ ലോവർ ചെയ്തുകൊണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ലോങ് ടേമിൽ ബെഞ്ച് മാർക്കിനെ ബീറ്റ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫിലോസഫിയാണ് ഇവർ പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെ
ഒരിക്കലും ഒരു ഫാൻസി ആയിട്ടുള്ള റിട്ടേൺ പരാക്പരിക് ഫ്ലക്സി ക്യാപ്പിൽ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ബുൾ മാർക്കറ്റിലായാലും ബെയർ മാർക്കറ്റിലായാലും ഒരു സ്റ്റഡി റിട്ടേൺ അല്ലെങ്കിൽ ഒരു ഡീസൻറ്റ് റിട്ടേൺ നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാം. അതാണ് ഈ ഫണ്ടിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതൊക്കെയാണ് പരാക്പരിക് ഫ്ലക്സി ക്യാപ്പ് ഫണ്ടുമായിട്ട് ഇവിടെ ചർച്ച ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.